അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഉണ്ടാകേണ്ട ബെസ്റ്റ് ക്വാളിറ്റിയാണ് ക്ഷമ എന്നത്. ക്ഷമയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയൂല. ഇപ്പൊ ഹാഫിദ് ഓതിയ 2 സൂറത്തിലും ക്ഷമയുടെ കാര്യം എടുത്തു പറഞ്ഞു. ഒന്ന് പറഞ്ഞത് വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു. വജഅൽനാ മിൻഹും അഇമ്മത്തൻ, അവരെ കൂട്ടത്തിൽ നമ്മൾ ലീഡർമാരെ ഉണ്ടാക്കിയത് ലമ്മാ സബറു, അവര് ക്ഷമിച്ചപ്പോഴാണ് നമ്മൾ അവരെ കൂട്ടത്തിൽ ലീഡർമാരെ ഉണ്ടാക്കിയത് എന്ന്. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു ഫസ്ബിർ ലി ഹുക്മി റബ്ബിക്, റബ്ബിന്റെ തീരുമാനത്തിൽ ക്ഷമിച്ചു നിന്നോളി നബിയെ എന്ന്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മ്, നബിയെ ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. ആരായി ഉലുൽ അസ്മ്? പ്രവാചകന്മാരെ കൂട്ടത്തിൽ അഗ്നി പരീക്ഷണങ്ങൾ തരണം ചെയ്ത് ആ പരീക്ഷണത്തിൽ സമ്പൂർണ്ണ വിജയം നേടിയവർക്കാണ് ഉലുൽ അസ്മ് എന്ന് പറയാ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിനെ നേരിട്ടിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ സഹിച്ചിട്ടാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. അങ്ങനെ ഉലുൽ അസ്മ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം നബിയേ എന്ന്. അപ്പൊ ക്ഷമ നമുക്കെല്ലാവർക്കും വേണം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നിരിക്കുകയാണ്. അയാളെ ഭാര്യ അയാളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ ചീത്ത പറയുന്നുണ്ട് ഭാര്യ. ഈ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ ഉള്ളിലാണ്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പെരും പ്രശ്നമാണ് കേൾക്കുന്നത്. എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അദ്ദേഹത്തെ ചീത്ത പറയാണ്. ഇദ്ദേഹം പുറത്ത് ഇതിങ്ങനെ നിരീക്ഷിച്ചിട്ടിരുന്ന് ഇദാ കാന ഹാദാ ഹാല അമീരുൽ മുഅ്മിനീൻ ഫകൈഫ യകൂനു ഹാലി, രാജ്യം ഭരിക്കുന്ന അമീറുൽ മുഅ്മിനീന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് അദ്ദേഹം പുറത്ത് നിൽക്കുകയാണ്. പക്ഷെ ഈ വഴക്ക് തീർന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ നന്നായിട്ട് പറയുന്നുണ്ട്. അവസാനം അയാൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് കണ്ടിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വന്നത്. വിളിച്ചു, എന്താ മോനെ നീ പോകുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ എന്നെ വല്ലാതെ ശല്യം ചെയ്യുന്നതും പ്രയാസപ്പെടുത്തുന്നതും പരാതി പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോ അമീറുൽ മുഅ്മിനീന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറയാണ്, യാ അഖി ഇഹ്തമൽതുഹാ ലി ഹുഖൂഖിൻ, ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത് കുറെ കടപ്പാടുകൾ ഉണ്ടല്ലോ. ഇന്നഹാ തബ്ബാഖത്തുൽ ലി തുആമി, ഇവൾ എന്റെ ഭക്ഷണം പാകം ചെയ്യുന്നവളാണ്. ഖബ്ബാസത്തുൽ ലി ഖുബ്സി, എന്റെ റൊട്ടി ചുട്ടു തരുന്നവളാണ്. മുർലിയത്തുൽ ലി ഔലാദി, എന്റെ കുട്ടികൾക്ക് മുല കൊടുക്കുന്നവളാണ്. വസ്സാലത്തുൽ ലി സിയാബി, എന്റെ വസ്ത്രം മലക്കി തരുന്നവളാണ്. ലൈസ ദാലിക വാജിബൻ അലൈഹാ, ഇതൊന്നും ഓൾക്ക് നിർബന്ധമില്ലല്ലോ എന്ന്. ഇതൊന്നും ഓൾക്ക് നിർബന്ധമില്ല, ഇതൊക്കെ ഓള് ചെയ്തു തരുന്നുണ്ട്. ഇത്തരം കടപ്പാടുകൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത്, ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. അതുകൊണ്ട് യാ അഖി ഇഹ്തമിൽഹാ ഫഇന്നഹാ മുദ്ദത്തുൻ യസീറ, അതൊക്കെ ക്ഷമിച്ചോടാ, കുറച്ച് കാലല്ലേ എന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ജീവിതത്തിൽ ക്ഷമ വേണം. പെട്ടെന്ന് അങ്ങ് തൊലാക്ക്, അറിയാതെ അങ്ങനെയാണ് പെട്ടെന്ന് തൊലാക്ക് അങ്ങോട്ട് ചെല്ലും, ദേഷ്യം പറഞ്ഞു പിടിച്ചിട്ട്. പിന്നെ അതിന്റെ മസാല വിളിച്ച് ചോദിക്കാണ്, 3 തൊലാക്കും ചെല്ലി എന്തെങ്കിലും വകുപ്പുണ്ടോ? അത് ദേഷ്യം പിടിച്ച് അങ്ങ് എത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു. ദേഷ്യം പിടിച്ചാല് തൊലാക്കല്ല, പിന്നെ തൊലാക്കുണ്ട് ആരെങ്കിലും ഇഷ്ടത്തിന് ചെല്ലല്, ദേഷ്യത്തിൽ തന്നെയാണ് തൊലാക്കല്ല. പിന്നെ അതിന്
ദേഷ്യത്തിൽ ചൊല്ലിയതാണെന്ന് പറഞ്ഞാണ് മസല ചോദിക്കാൻ വരുന്നത്. അപ്പോ അങ്ങനൊന്നുമില്ല. ദേശത്ത് ത്വലാക്ക് ചൊല്ലിയാലും കള്ളുടിച്ചിട്ട് ത്വലാക്ക് ചൊല്ലിയാലും ഒക്കെ ത്വലാക്ക് സംഭവിക്കും. ത്വലാക്ക് കൊണ്ടൊന്നും കളിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അയ്യും ഇംറഅത്തിൻ സഅലത്ത് ത്വലാഖ സൗജിഹാ മിൻ ഗൈരി ബഅസ്. ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു കാരണവും ഇല്ലാതെ ഭർത്താവിനോട് ത്വലാക്ക് ചോദിച്ചാൽ, നിങ്ങൾ ഇന്നൊന്ന് ത്വലാക്ക് ചൊല്ലി ഒഴിവാക്കി തരുമോ എന്ന് ന്യായമായ കാരണമില്ലാതെ ഒരു പെണ്ണ് ചോദിച്ചാൽ, ഹറുമ അലൈഹ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ വാസന അവൾക്ക് ഹറാമാണെന്ന് മഹാനായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ ശല്യത്തിൽ ക്ഷമിച്ച് കഴിയുന്ന ഭർത്താവിന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷമയുടെ സവാബുണ്ട് എന്നും, ഭർത്താവിന്റെ പീഡനവും പ്രയാസവും സഹിക്കുന്ന ഭാര്യക്ക് ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ ബീവി ക്ഷമിച്ചതിന്റെ കൂലിയുമുണ്ടെന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകും, മക്കളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ പരമാവധി നമ്മൾ ക്ഷമിക്കണം. ചരിത്രത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഭാര്യ വിഷം കൊടുത്തു കൊന്ന്. മർവാൻ രാജാവ് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് തലയിണ അമർത്തിയിട്ട് ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരികളും കൂടി പ്രസ് ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊന്നു. ചരിത്രത്തിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഈ രൂപത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കണം, നമ്മൾ സഹിക്കണം, നമ്മൾ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നന്നാക്കാൻ ശ്രമിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാകട്ടെ. പരിശുദ്ധ ദീന് പഠിക്കാനും ജീവിതത്തിൽ പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.